പള്ളി ഏതാണ്? അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് നമ്മൾ ഇജാദിയുടെ നോമ്പ് തുറയാണ് ഉള്ളത്. എൻ്റെ കൂടെ ഉള്ളത് സിയ. സോ ഗൈസ് ആരിഫ് ഇന്നറിയാം ആൾക്കാർക്ക്. അപ്പോൾ ഒന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പ്ലാനിങ് ഡെയിലി നടക്കുന്നുണ്ടായിരുന്നു അല്ലേ? പ്ലാൻ ചെയ്യുമ്പോൾ 10 പേരുണ്ടായിരുന്നു. ഇന്ന് 3 പേരാണ് ഇപ്പോൾ നോമ്പ് തുറക്കാക്കിയിട്ടുള്ളത്. പലരും പല സാഹചര്യം കൊണ്ട് ചാമ്പി പോയി. ചിലർ ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ചെത്തുമെന്ന് പറഞ്ഞു, ചിലർ കൊച്ചിയിൽ നിന്ന് എത്തുമെന്ന് പറഞ്ഞു, ചിലർ ഇന്ന് വരുമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ പല പരിപാടികൾ അതിൽ ഏറ്റെടുക്കലും കഴിഞ്ഞു. എന്താ കഴിക്കാണ് ഓർഡർ ചെയ്തിട്ട് വീഡിയോ ഓഫാണോ? ടാക്സി വരുമോ വീട്ടില്? 28 അത് കട്ട് ചെയ്തിട്ട് എത്ര പെർസെൻറ്റേജ് എൻ്റെ അപ്പം? എത്ര പെർസെൻറ്റേജാ? 28 2000 കുറച്ച് 2000. പക്ഷെ എനിക്ക് ഇപ്പോൾ അതിലൊരു ക്ലാരിറ്റി ഇല്ല, എനിക്ക് എത്ര വരുന്നേന്ന്. 19,650 കൈ കിട്ടുന്ന 450 PF കട്ടിയാണ്. പക്ഷെ ഇതിൽ കണക്ക് നോക്കുമ്പോ അതിനായിട്ട് കൂടുതൽ എനിക്കും കൺഫ്യൂസ്ഡ് എന്റെ ഓഫറിലും. ഇല്ല, നമ്മള് ഇജാദിനെ കുറിച്ച് പറയാൻ വരുമ്പോ പിന്നെ എന്ത് മാങ്ങത്തൊലിയാ പറയുന്നത്? എന്താ പറയണ്ടേ? ഇജാദിയുടെ നോമ്പ് തുറ എങ്ങനെ ഉണ്ടായിരുന്നു? ഇജാദിയുടെ നോമ്പ് തുറന്ന് പറയുമ്പോ ഇതൊക്കെ ഇജാദിയുടെ നോമ്പ് തുറ. ഇജാദിയുടെ നോമ്പ് തുറന്നാണ് ഫിഷില് ടൈറ്റിൽ കൊടുക്കുക. പറയോ പറടാ. എന്താ ഞാൻ പറയണ്ട കാര്യം? എന്താണ് എങ്ങനെയുണ്ട് നോമ്പ് തുറ? നോമ്പ് തുറ നല്ല രസമുണ്ട്. നമ്മളൊരു 10-12 ആളായിട്ട് നടത്തിയായിരുന്നു നോമ്പ് തുറ. ഇപ്പൊ ഒരു 3 ആളായിട്ട് നടത്താൻ പറ്റി. വളരെ സന്തോഷം. ഇതില് ഈ പരിപാടിക്ക് ഓർഗനൈസ് ചെയ്ത സിയാനെ കുറിച്ച് എന്താണ് പറയാ? കൊച്ചിയിൽ നിന്ന് ഓടി വന്നതാണ് നിങ്ങൾ. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് കൊച്ചിയിൽ നിന്ന് വന്നതാണ്. വളരെ സന്തോഷം. പങ്കെടുക്കാൻ പറ്റിയല്ലോ. നടത്താൻ പറ്റിയല്ലോ. അതിന് വലിയ ഭാഗ്യം. ഞങ്ങൾ ഈ വേളയിൽ ആരെ മിസ് ചെയ്യുന്നു? അൻഫാസ് ഖാനെ മിസ് ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് 10 ആളെ കൂട്ടിയായിരുന്നു. നമ്മള് ഏറ്റവും മൊത്തം ഉണ്ടാവും വിചാരിച്ചാൽ ചിലപ്പോൾ നമ്മുടെ ലൈഫിലൊരു ചാപ്റ്റർ മാത്രമായിട്ട് ചിലപ്പോ അങ്ങനത്തെ വീഡിയോസ് ഇതേ കട്ട് ചെയ്തിട്ടിടും. ആണോ? അങ്ങനെയാണോ? ലൈഫ് ലോങ് വിചാരിച്ച ആൾക്കാർ കൂടെ ഉണ്ടോ റസലെ? എന്താണ് ആ ഒരു വിഷയത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? ലൈഫ് ലോങ് ഉണ്ടാവും വിചാരിച്ചിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ കൂടുണ്ടോ? അറിയില്ലടാ. പോയാലല്ലേ പറയാൻ പറ്റുള്ളൂ. സിയാൻ എന്താ പറയാണ്? ലൈഫ് ലോങ് ഞാൻ ജനിച്ചത് ഈ നോയ്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നോയ്സി ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ട് വരുന്നുണ്ട്, പക്ഷെ എത്തിയിട്ടില്ല. 4 ദിവസം പിടിക്കും. ബാംഗ്ലൂരിൽ നിന്നാണോ വരുന്നത്? എയർപോർട്ട് അടച്ചെന്നാ കേട്ട്. കുറച്ച് മുടിയൊക്കെ കളർ ചെയ്തിട്ട് ആകെ ലുക്ക് അയക്കുന്നതാണ്. ഒരു കണ്ടി അടിച്ചിട്ട് അവൻ കയ്യൊക്കെ അടഞ്ഞിട്ട് എന്റെ കയ്യുമ്പോ കുറഞ്ഞിട്ടാ പോയി. അതാ പറഞ്ഞേ, ഓരോരുത്തരെ വിളിക്ക്. ആദ്യം ഗ്രൂപ്പ് ആരൊക്കെ എടുക്കും നോക്കാം. ഗ്രൂപ്പ് പിരിച്ചിട്ടരാ. തന്നെ അഭിപ്രായം? ഞാൻ നല്ല അഭിപ്രായം. സപ്പോർട്ട് എല്ലാവർക്കും നന്ദിയുണ്ട്. പരിപാടി ഉഷാറാക്കി എല്ലാവർക്കും. അതാ മേലുള്ളോളാണ് ഫസ്റ്റ് ചാമ്പ്യൻ. നമ്മുടെ പേര് നദാനാണ്. കേക്കല്ലേ? മ്യൂട്ട് ചെയ്ത് വെച്ചിക്കാൻ മണ്ടന്മാര്. നോമ്പോറ എല്ലാരും വീഡിയോ കോളിലിരിക്കുക. ഫാൻ ബേസ് എന്താണ് എല്ലാരും കൂടി കോഴിക്കോട്. അതെ, നമ്മളത് പണിയില്ലാണ്ടിരിക്കാണല്ലോ കോഴിക്കോട് പോയത് അല്ലേ റസല? ആ ഭാഗത്തായ കാരണേ പോയി നോമ്പുറക്കല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ബാക്കിയുള്ള എല്ലാരും വിളിക്കുന്നല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ അല്ലണേ, നമുക്ക് റസലിന്റെ ഫ്രണ്ട്സിനെ വിളിക്കാന്നല്ലോ.
എല്ലാരും വിളിക്കായിരുന്നു. പറഞ്ഞൂടായിരുന്ന ഞങ്ങളൊന്നും ഉറപ്പിച്ചുകൂടായിരുന്ന. ആർക്കുണ്ട്? അവരുടെ കുടുംബത്തേക്ക് ഇന്നെടുക്കുന്നതിന് പ്രശ്നം ഉണ്ടാവും. ഈ ഏത് കുടുംബത്തിൽ എത്ര കുടുംബത്തിൽ കയറി? ഏതൊക്കെ കുടുംബത്തിലുണ്ട് ഇപ്പൊ ഈ ആര് കണ്ട പ്രശ്നം? മറ്റേ സ്കൂളിലത്തെ മറ്റേ എന്ത്? മറ്റേ